ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ഈ ഒരു പിക്ചർ ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ പൈൽ. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, ലെറ്റ്സ് സീ. Three of Acorns, High Priestess, Chariot. Next one is the 7 of Acorns, Hermit Energy, Tower Moment. So, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ വേണ്ടാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് ഏക്കോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാ കാര്യം മുൻകൂട്ടി കണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഏത് പാതയിലാണ് പോകേണ്ടത്, എവിടേക്കാണ് ജീവിതത്തിൽ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു മുൻധാരണ അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നേരത്തെ കാലേ കൂട്ടിയുള്ള ചിന്തയും മറ്റുമൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവിതം ഏത് വഴിയിൽ എങ്ങനെ പോകണം എന്നുള്ളൊരു തീരുമാനം, അത് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട് നിങ്ങളുടേതായിട്ട് മുന്നോട്ടേക്ക് നെക്സ്റ്റ് ഇനി എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ വളരെ പക്വതയോട് കൂടിയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്വതയോട് കൂടിയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുമ്പോഴും ആ ഒരു കാര്യം ഇനി അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ ചിന്തിച്ച രീതിയിൽ വർക്കൗട്ട് ആവുന്നില്ല എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എപ്പോൾ നോക്കിയാലും എൻ്റെ ജീവിതത്തിൽ തടസ്സമാണ്, ഏതിനും തടസ്സമാണ് എന്നുള്ളൊരു ലെവലിലേക്കുള്ള ചിന്തയിലേക്ക് പോകാതെ മറിച്ച് എന്തുകൊണ്ടാണ് ഇത് വർക്കാവാത്തത്, അതിനെ വീണ്ടും അതിലൊരു പുനർചിന്തനം നിങ്ങൾ നടത്തുന്നുണ്ടാവും. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം പലപ്പോഴും തടസ്സങ്ങൾ വരുമ്പോൾ ഒരു പരിധി വരെയുള്ള സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് എന്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ എപ്പോഴും വരുന്നത്, മറ്റുള്ളവരൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാറുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. അവരൊക്കെ ആ കടമ്പ കടന്ന് അതിന്റെ മുമ്പിൽ ഭയന്ന് നിൽക്കാതെ കടമ്പ കടന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പൊതുവെ സങ്കടങ്ങൾ വരുമ്പോൾ ചിന്തിക്കുക എന്താണ്, ആളുകൾ എനിക്ക് മാത്രമാണ് എല്ലാ സങ്കടങ്ങളും, മറ്റുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിങ്ങൾ പുറത്തു കടക്കുകയും ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഡിലേ ചെയ്യിക്കാതെ തടസ്സങ്ങൾ വന്നാൽ അഥവാ ആ തടസ്സത്തെ എങ്ങനെ നേരിടാം, എന്തുകൊണ്ടാണ് തടസ്സം വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ നിന്ന് മുന്നോട്ടേക്ക് പോവാണ്. സെൽഫ് ഡൗട്ട് ഒന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ അത് നല്ല രീതിയിലാക്കാം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ വരുമ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും അതേപോലെ തന്നെ സ്വയം ഉള്ള ആ ഒരു സെൽഫ് ഡൗട്ട് ഒഴിവാക്കിയും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി ഹൈ പ്രീസ്റ്റസ് നമ്മൾ എപ്പോഴും കുറച്ച് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്.
ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഉൾക്കാഴ്ചയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച നിങ്ങളെ കാര്യങ്ങളിലേക്ക് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മുന്നേറ്റം. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വത കുറവുകൊണ്ടോ ധൃതി പിടിച്ച് എടുത്തുചാട്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. പൊതുവെ നിങ്ങൾ എടുത്തുചാട്ടക്കാരനോ എടുത്തുചാട്ടക്കാരിയോ എന്നുള്ള പേര് കേൾപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ റഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല, എടുത്തുചാട്ടം ഇവിടെ കാണിക്കുന്നില്ല. അപ്പോ ശരിക്കും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇൻഡ്യൂഷൻ എപ്പോഴും നമ്മളുടെ എല്ലാവരിലും കുറച്ചൊക്കെ ഇൻഡ്യൂഷൻ ഉണ്ടാവും. അത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുകയും നമ്മളുടെ ലെവൽ ഓഫ് മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക. വാട്ടർ മെഡിറ്റേഷൻ, എർത്ത് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ, സ്ലീപ്പിംഗ് മെഡിറ്റേഷൻ, ഏത് തരത്തിലുള്ള മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് വർക്കാവുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ നിങ്ങളിത് തുടക്കക്കാരാണെങ്കിൽ ആദ്യമേ ജസ്റ്റ് പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഓം എന്നുള്ളൊരു മന്ത്രം, അഥവാ ആ ഒരു മന്ത്രം അതൊരു മന്ത്രം എന്നുള്ളതല്ല, അതിന്റെ കൂടെ നമ്മൾ ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമ എന്ന് പറയുമ്പോൾ അതൊരു മന്ത്രമായിട്ട് വരുന്നത്. ഓം എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതൊരു മന്ത്രമോ ഒരു മതത്തിന്റെ ഭാഗമോ അല്ല. ഓം എന്നുള്ള ആ ഒരു ആദി ശബ്ദം അല്ലെങ്കിൽ കോസ്മിക് സൗണ്ടാണ്. അത് ആ ഒരു സൗണ്ട്, നമ്മളെപ്പോഴും പറയും സൗണ്ട് വൈബ്രേഷൻ എന്നുള്ളത്, അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും ഓം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും താഴെയുള്ള ചക്ര, റൂട്ട് ചക്രയിൽ നിന്ന്, മൂലാധാരത്തിൽ നിന്ന് ഏറ്റവും മുകളിൽ ക്രൗൺ ചക്രയിലേക്ക് വരെ എത്തി നിർത്തുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണത്. അത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്. അക്ഷമരായിട്ടിരിക്കുന്നവര് ക്ഷമ ഉണ്ടാകേണ്ട ഒരു അനിവാര്യത സൂചിപ്പിക്കുന്നു എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തികളിലും നിങ്ങൾ അക്ഷമരാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ. അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള മൃഗങ്ങളുമായിട്ടുള്ള സംസർഗമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെറ്റുണ്ട് വീട്ടിൽ, വളർത്തു മൃഗമോ പക്ഷിയോ എന്തുമായാലും അവയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളുടെ ആ ഒരു വളർത്തും മൃഗം നിങ്ങൾക്കുള്ള എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. മൃഗങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നു, ചില ആളുകൾ വിശ്വസിക്കുന്നില്ല. മൃഗങ്ങൾക്ക് സ്പിരിറ്റ്സിനെ, ഗോസ്റ്റിനെ ഒക്കെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു പല കാര്യങ്ങളും മൃഗങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഭൂമിയുടെ പല ചലനങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. മൃഗങ്ങളുമായിട്ടുള്ള ആ ഒരു സംസർഗം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും, പേഷ്യൻസ് പഠിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചെറിയ എനർജിയാണ് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടാനുള്ള അവസരമുണ്ട്. ജോലിയിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ജോലിയിൽ വളരെയധികം മുന്നോട്ടേക്ക് സാധ്യതകളുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം, ഇപ്പോൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ അതേ ജോലിയിൽ തന്നെ തുടരുക, അതേ കമ്പനിയിൽ പക്ഷെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുക, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഇപ്പോൾ നിങ്ങളുടെ ബോസുമായിട്ട് പ്രശ്നമാണ്, നിങ്ങളുടെ കൊളീഗ്സ് വളരെ പ്രശ്നമാണ്, ടോക്സിക് എൻവയൺമെന്റ് ആണ്, അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം തീരെയില്ല, അല്ലെങ്കിൽ ശമ്പളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന അപ്രീസിയേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നില്ല, ഇങ്ങനെ പല കാര്യങ്ങളാവാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്താണ്. എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളുടെ ഈ ഒരു സമയം അതായത് നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ ഒരു സൈഡ് ട്രാക്ക് ആയിട്ട് നിർത്താനുള്ള അല്ലെങ്കിൽ ശ്രമമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമത്തെ അതിജീവിച്ച്
അങ്ങനെ സൈഡ് ട്രാക്കായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഒരു കോൺഫിഡൻസ് സ്പിരിറ്റ് ആണ്, റൈനോസറസ് സ്പിരിറ്റ് ആണ്, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ. ഏത് സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് വാഹനയോഗമാവാം ഇത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആഗ്രഹിച്ച ഒരു വാഹനം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ചത്, അത് നിങ്ങളിപ്പോൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് പിന്നെ ആ ഒരു രീതിയിൽ വാങ്ങിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ 7 ഓഫ് ഏക്കൗണ്ട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 7 ഓഫ് ഏക്കൗണ്ട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണോ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളെ വിശ്വസിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവര് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള പാതയെ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കുന്നവര്, അങ്ങനെയുള്ള ആളുകൾ, നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന ആളുകൾ, അതായത് നിങ്ങളെ ഒരു വെറും നിഴൽ ആക്കി മാറ്റി നിർത്തുന്ന ആളുകൾ, നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ തെന്നി മാറി പോവാണ്. ഇപ്പൊ ഇവിടെ ഒരു ബാഡ്ജർ എനർജിയാണ്. ബാഡ്ജർ എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അർഹിക്കുന്നത് കിട്ടാതെ നിങ്ങൾ ഒരിടത്തും തൃപ്തരാവില്ല. അതായത് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ തെന്നി മാറുകയാണ്. എനിക്ക് അർഹതപ്പെട്ടത് ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മെന്റാലിറ്റി. കാരണം നിങ്ങൾ വളരെ പക്വതയോടും വളരെ സ്വയം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ ഹെർമിഡ് മോഡാണ്. ഹെർമിഡ് എനർജി കണ്ടംപ്ലേഷൻ ആണ്. എഗെയിൻ നിങ്ങളുടെ മെയിൻ തീം ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഹെർമിഡ് മോഡ് എനർജിയാണ്. അത് നിങ്ങളുടേത് സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് മുന്നോട്ടേക്ക് പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി ആത്മീയതയിലേക്ക് ഇൻക്ലൈൻഡ് ആവുകയാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക വ്യക്തമായിട്ടുള്ള രീതിയിൽ. അതായത് നമ്മൾ പലപ്പോഴും ചില യൂട്യൂബ് ചാനലുകളിലോ മറ്റ് രീതികളിലൂടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടാവാം. പക്ഷെ വ്യക്തമായിട്ട് കൃത്യമായിട്ടല്ല നിങ്ങളത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പറയുന്ന വ്യക്തികൾ എവിടെ നിന്ന് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല, മറിച്ച് എവിടെയെങ്കിലും കണ്ടിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് പറയുന്നതാണ് എങ്കിൽ ഒരു പക്ഷെ അത് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് താല്പര്യമുണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഗുരുവിന്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുക, പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ഹെർമിഡ് മോഡ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു എനർജി മാത്രമല്ല, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ ചിന്താഗതികളിലുള്ള ഒരു മാറ്റം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ സെൽഫ് ലവ് ആണ്, കൊയാല എനർജിയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സെൽഫ് ലവ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഹയർ വിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള പല ചിന്താഗതിയെയും മാറ്റുകയും, അതായത് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു മൃഗത്തിന്റെ പ്രത്യേകത വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ജീവിയായിട്ട് കൺസിഡർ ചെയ്യുന്ന വളരെ സ്ലോ മൂവ്മെന്റ് ആണ് അതിന്റെ. അതായത് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ജീവിതത്തിൽ ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന സമയമല്ല, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക, അതിനു വേണ്ടി ടൈം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത പടി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് പോകുന്നത് പല സ്ഥലങ്ങളിൽ. ഇപ്പൊ നമ്മൾ നല്ലൊരു റോഡിലൂടെയാണ് പോകുന്നത്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്പീഡിൽ പോകാം. പക്ഷെ ആ വഴികളിൽ ബമ്പും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ സ്ലോ ആയിട്ട് മൂവ് ചെയ്താലേ പറ്റൂ, സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകണം. ഈ ഒരു എനർജി കൂടി അതാണ്. അതോടൊപ്പം തന്നെ
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകളിൽ നിന്ന് നമ്മൾ ഇൻവിസിബിൾ ആവുക എന്നുള്ളതാണ് ഇവിടെ. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്തവരാണ്. അവര് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുവാണെങ്കിൽ നമ്മള് ഹാരി പോട്ടറിലൊക്കെ ഇൻവിസിബിൾ ക്ലോഗ് പോലെ സ്വയം ഇൻവിസിബിൾ ആയിട്ട് അവരിൽ നിന്ന് അപ്രതീക്ഷിതരായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്, അദൃശ്യരായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ അധികം അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുരുക്കം. നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് അതിലൂടെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യാനുള്ള റിച്വൽസ് കാര്യങ്ങൾ ചെയ്യാം. അത് ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം കേൾക്കുന്നവർക്കാണെങ്കിൽ അറിയാം. സീ സോൾട്ട്, കടലുപ്പ് ഇട്ടിട്ട് കുളിക്കുക, അതേപോലെ ഒരു പേപ്പറിൽ റിലീസ് നെഗറ്റിവിറ്റി എന്ന് എഴുതിയിട്ട് കത്തിച്ചു കളയാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഫയൽ നമ്പർ 1. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമ്മൾ ഫയൽ നമ്പർ 2ലേക്ക് കിടക്കാം. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫയൽ നമ്പർ 2 അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. സോ ഫയൽ നമ്പർ 2. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 of Acorns, Ace of Feathers, 5 of Feathers, Knight of Acorns, 9 of Feathers, 9 of Acorns. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി, ഫസ്റ്റ് ഓഫ് ഓൾ 10 of Acorns എനർജിയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ, നമ്മൾ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ എനർജി, നമ്മുടെ ചിന്ത എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡോങ്കി സ്പിരിറ്റ് ആണ്. ഡോങ്കി സ്പിരിറ്റ് നമ്മൾ പലപ്പോഴും കാണുന്നത് കഴുതയെ പോലെ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ കഴുത എന്ന് പലരും പറയുന്നത് ബുദ്ധിയില്ലാത്തൊരു ജീവിയായിട്ടാണ് കഴുതയെ കാണുന്നത്. അത് ജനറലി പണ്ട് ആരോ പറഞ്ഞ ഏതോ മണ്ടൻ കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ വളരെ ബുദ്ധിയുള്ള ഒരു ജീവികളിൽ ഒന്ന് തന്നെയാണ് കഴുതയും. പക്ഷെ അതെന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അത് കൃത്യമായിട്ട് ചെയ്യും. നമുക്ക് ഏറ്റവും വിശ്വസിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവി എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശ്വാസത്തോടു കൂടിയിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് അങ്ങനെ ഒരാളെ തേടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും അങ്ങനെ ഒരു സുഹൃത്താവാം, ജീവിത പങ്കാളിയാവാം. ഇനി അടുത്ത വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമാവാം. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ഇന്റർഫിറൻസ് ലൈഫിൽ, അതായത് അവർ നിങ്ങൾക്കൊരു സ്പേസ് തരുന്നുണ്ട്. ബൗണ്ടറീസ് എവിടെയാണ് നിൽക്കേണ്ടത്. നമ്മൾ പറയും എല്ലാത്തിനും ഒരു അതിർവരമ്പ്, ഒരു രേഖ, ഒരു വര ഉണ്ടായിരിക്കണം. വരയുടെ അപ്പുറത്ത് നിർത്തേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു പേഴ്സണൽ ബൗണ്ടറി എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എനർജി എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റീസിന്റെ അത് നെഗറ്റീവ് സൈഡ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ, കാരണം എല്ലാവരും നിങ്ങളുടെ അടുത്ത് അത് ചെയ്യുക ഇത് ചെയ്യുക, എല്ലാവരും നിങ്ങളെ കാണുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കൊടുത്താലും കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ എന്ത് കൊടുത്താലും എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അമിതമായിട്ട് മറ്റുള്ളവരുടെ ഡിമാൻഡ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യവുമില്ല.
അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ ഭാരം തലയിൽ എടുത്തു വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ബേർഡൻ ബൈ ടു മെനി ആക്ടിവിറ്റീസ്, ടു മെനി തിങ്സ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓവർ കമ്മിറ്റഡ് ആവാതിരിക്കുക. എല്ലാത്തിന്റെയും ഓവറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓവർ കമ്മിറ്റ്മെന്റ്, ഓവർ ഹാർഡ് വർക്ക്, ഇതൊക്കെ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സോസ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ അല്ലെ നിങ്ങളത് മനസ്സിലാക്കുകയും ഫൈനലി നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഒരു റെസ്റ്റ് നിങ്ങൾക്കും ആവശ്യമാണ്. മറ്റുള്ളവരുടെയും എല്ലാത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ അല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളത് പഠിക്കുന്നത് പലപ്പോഴും നിങ്ങള് ഹെൽത്തിനെ അത് ബാധിച്ചതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് നേരത്തെ കാലക്കൂട്ടി അറിയുകയാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അതുപോലെ ഡീറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്കിൽ, അത് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് ഒഴിവാക്കുക പലതും. പിന്നെ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ ചെയ്യാനുള്ള, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വീണ്ടും അത് ഏറ്റെടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ടാവും. പിന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത അവസാനം നിങ്ങൾ ക്ഷീണിതരായിട്ട് നിങ്ങൾ വയ്യാതെ ലീവ് എടുക്കേണ്ടി, ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ വയ്യാതെ ലീവ് എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം എല്ലാം കൂടി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരോട് പ്ലീസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കുക, വിട്ടുകളയുക, നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുക. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏസ് ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. സോ ഇവിടെ ഈ ഒരു എനർജി, ഏസ് ഓഫ് ഫെദേഴ്സ് എനർജി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഗോട്ടാണ്. ഈ ഒരു ആടിനെ സംബന്ധിച്ച് പറയുന്ന എനർജി വളരെയധികം ഡിറ്റർമൈൻഡ് ആണ്. സ്വന്തം കഴിവിലാണ് വിശ്വാസം ഉള്ളത്. സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന്, വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ മേടം രാശിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ, അശ്വതി ഭരണി കാർത്തികയുടെ ഇതിൽ പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ജീവിതത്തോടൊരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയും പൊതുവിലൊരു ക്ലാരിറ്റിയും ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ പുതിയ ഐഡിയാസ്, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ പൊതുവെ എല്ലാത്തിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പൊതുവെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ടെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെയൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിജീവനത്തിന്റെ ഒരു പാതയിലേക്ക് നിങ്ങൾ പോകുകയാണ്. ഇപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലാരിറ്റിയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കുറവായിരിക്കും, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ മറ്റു ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുള്ളത് കൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ സംസാരം പ്രിസൈസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതിപ്പോ ഇമെയിൽ, മെസ്സേജസ് എന്തായാലും, അതേപോലെ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ എന്ത്, എവിടെ, എങ്ങനെയെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പല രീതിയിലുള്ള കാര്യങ്ങളും, അതായത് സംസാരങ്ങളാണെങ്കിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത്. 5 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. വളരെയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചില ആളുകൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഇത് കൂടുതലായിട്ടും ഫാമിലി എൻവയോൺമെന്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ, പേഴ്സണൽ കണക്ഷൻ ഉള്ള ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ മക്കളുണ്ടാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ നിങ്ങൾ ബാല്യത്തിലായിരുന്ന സമയത്ത് ചില ബന്ധുക്കൾ അറിയാമല്ലോ, ഒരു കുറച്ച് നെഗറ്റീവ് ആയിരിക്കും, കുറച്ചല്ല അധികം തന്നെ നെഗറ്റീവ് ആയിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവര് നിങ്ങളുടെ ജീവിതത്തിലെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളെ കൊച്ചാക്കി കാണുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ബന്ധം മുറിഞ്ഞു പോകേണ്ട, അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവരെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു കാലത്ത് ചിലപ്പോൾ മിണ്ടാതിരുന്നിട്ടുണ്ടാവാം.
ആ സെയിം പാറ്റേൺ നിങ്ങളുടെ കുട്ടികളിലേക്കും അവർ കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കാം. അതേ രീതിയിലുള്ള സംസാരങ്ങൾ അന്നന്ന് ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ കുട്ടികളിലേക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ അന്ന് ഫോളോ ചെയ്ത അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താനാകുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത്, ഇനി കുട്ടികളുള്ളവർ തന്നെ ആയിരിക്കണം എന്നില്ല, ഇപ്പൊ നിങ്ങൾ നന്ന് ചെറുതായിരുന്നിരിക്കാം, ഇപ്പൊ നിങ്ങൾ വലിയൊരു വ്യക്തിയായി, നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലായിരിക്കാം, നിങ്ങൾ വലിയൊരു അഡൽട്ട് ആയിട്ടുണ്ടാവാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു ചേഞ്ച് നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാഹചര്യം, നിങ്ങളുടെ പഴയ മുറിവുകൾ വീണ്ടും വ്രണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭയം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ മക്കളിലേക്കും ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറയാണ്. അതായത് നമ്മൾ പറയില്ല, എഗ്രി ടു ഡിസഗ്രി. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഡിസഗ്രി അതായത് നിങ്ങളുടെ സംഭാഷണം എനിക്ക് അഭികാമ്യമല്ലാത്ത ഒന്നാണ്, അത് എനിക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നു, മറിച്ച് നിങ്ങളുടെ വാക്കുകൾക്കല്ല എന്നുള്ളത് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സംസാരം ഇനി തുടരണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. പലരുടെയും എനർജിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഒരു ചിന്തയൊന്നും ഈ സമയത്ത് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മെന്റൽ എനർജി, ഇമോഷണൽ എനർജിയെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യമായിരിക്കാം. നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ്, അത് മെയിൻലി പേഴ്സണൽ ലൈഫിലാണ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് ഏക്കോൺസ് എനർജിയാണ് ആക്ഷൻ ആൻഡ് ഡ്രൈവ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒത്തിരി നാളുകൾക്ക് മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും അത്. നിങ്ങൾക്ക് ഇപ്പോഴാണ് അതൊന്ന് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾ സഫലമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ നിങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അത് നിങ്ങൾ ഇനി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ഐഡിയാസ് റിയാലിറ്റി ആക്കി കൊണ്ടുവരാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള എൻത്യൂസിയാസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം. അതായത് സ്ട്രേഞ്ചേഴ്സിന് വേണ്ടിയിട്ട്, ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ വീട് വയ്ക്കുന്നത് സംബന്ധിച്ചിട്ട് നിങ്ങൾ കൈയച്ചു സഹായിക്കുന്നുണ്ട്. മറ്റൊരാളുടെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സാമ്പത്തികമായിട്ട് പുറകിലേട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അവരുടെ മക്കളുടെ എന്തോ അസുഖവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, വൃദ്ധജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഒരാൾക്ക് വീട് വയ്ക്കുന്നത് അസുഖവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങൾ സഹായിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു എനർജി. അതേപോലെ തന്നെ 9 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. നിങ്ങളുടെ ചിന്താഗതിയിൽ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എനർജി പോക്യുപ്പൈൻ എനർജിയാണ്, ഒരു മുള്ളംപന്നിയുടെ എനർജി. കാരണം നിങ്ങൾ ചിന്തിക്കുമ്പോൾ മുള്ളംപന്നി വളരെ പാവമായിട്ടുള്ള ഒരു ജീവിയാണ്. പക്ഷേ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് അതിന്റെ ആ ഒരു ആയുധം ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അത് വളരെ പാവമായിട്ടുള്ള ഒരു ജീവി തന്നെയാണ്. അതിന്റെ ആയുധം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മുള്ളു ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് ആ മുള്ളു നഷ്ടപ്പെടുകയാണ്. അതിൻ്റെതായിട്ടുള്ളൊരു വേദനയും അതിനുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ, അതായത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളെ മറ്റുള്ളവരോട് പ്രവർത്തിക്കുക, അതായത് അതുപോലെ മറ്റുള്ളവരോട് ദേഷ്യത്തോടു കൂടിയോ വാശിയോടു കൂടിയോ മറ്റുള്ളവരെ ആ ഒരു ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ, ചില ഗ്യാസ് ലൈറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വളരെ പക്വതയോട് കൂടിയിട്ട് നിന്നിട്ട്, നിങ്ങൾ വളരെ മാന്യതയോട് കൂടിയിട്ട് നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ
പറയാനുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഡിഫെൻസീവ് മോഡാണ് കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് പാന്തർ എനർജിയാണ്, പവറാണ്, പെർസീവറൻസ് ആണ്, 9 ഓഫ് എക്കൗണ്ട്സ്. അതായത് നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള ഒരു സാഹചര്യം സാഹചര്യത്തിൽ മാത്രമാണ് കാണാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഈ ഒരു ജീവി എന്ന് പറയുന്നത് ബ്ലാക്ക് പാന്തർ. അപ്പോൾ നിങ്ങളുടെ ഉള്ളില് ആ ഒരു എനർജി, അതായത് നിങ്ങളുടെ പേഷ്യൻസ് ആയിരുന്നു നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത്, നിങ്ങളുടെ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത്രയും നാൾ നിങ്ങൾ ക്ഷമയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവറാണ് എടുക്കുന്നത്. അനാവശ്യമായിട്ട് ക്ഷമിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാവം മറ്റുള്ളവർക്ക് മനസ്സിലായി വെറുതെ പഴയ പോലെ ക്ഷമിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ പല ആളുകളും നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ മുതലെടുക്കുന്ന ആളുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇനി നിങ്ങളെ മുതലെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി അടുത്തതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്ന കാര്യങ്ങൾ, മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. ഓക്കെ, സോ ഓക്കെ, Emperor energy, Page of Acorns, 8 of Feathers, Justice, Strength, and 7 of Shells energy. Okay. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടെമ്പറർ എനർജിയാണ്. നിങ്ങളുടെ വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ കാണിക്കുന്നത് ഈ ഒരു സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ എംപറർ എനർജിയാണ്. എംപറർ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി, അതായത് നിങ്ങൾ എന്ന് പറയുന്നത് കോഗർ എനർജിയാണ്. കോഗർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും സംയമനം കൈവിടാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. കാരണം നിങ്ങളെ പ്രകോപിപ്പിക്കാനൊക്കെ ആരൊക്കെ എവിടെ നിന്ന് എന്തൊക്കെ ശ്രമം നടത്തിയാലും നിങ്ങൾ ഒരിക്കലും പ്രകോപിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ പറയേണ്ടുന്ന കാര്യങ്ങൾ നല്ലൊരു അതായത് വ്യക്തതയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു മെസ്ക്യുലൈൻ എനർജിയാണ്, അതായത് പവർ, സ്ട്രെങ്ത്, സ്ട്രോങ് എനർജിയാണ്. അപ്പോൾ ഒരു വളരെ നല്ലൊരു അതോറിറ്റി ഫിഗറാണ്. കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു ഹയർ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു കരിയറിൽ ഒരു ഉയർച്ചയാണ് ഇവിടെ പലരെയും സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. കരിയറിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, വലിയ പൊസിഷനിൽ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് ചില ബോസ്മാരെയൊക്കെ കാണാം, വെറുതെ ഒച്ചയെടുക്കുക, ബഹളം വയ്ക്കുക, അതേപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം ഒരിക്കലാണ് പറയുന്നത്, പക്ഷെ ഒച്ചയെടുക്കേണ്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യമില്ല. ഒരിക്കൽ പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നടക്കുന്നുണ്ട്. കാരണം അത് നിങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒച്ചെടുക്കുക, ബഹളം വയ്ക്കുക ഒന്നും ആയിരിക്കില്ല. വായ കൊണ്ട് ഉള്ള പറച്ചിലൊന്നും അല്ല അവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല നിങ്ങളെ വെൽ റെസ്പെക്റ്റഡ് ആണ്. കാരണം നിങ്ങൾ പറയുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ടോക്ക് ദ ടോക്ക് അല്ല, പക്ഷെ വോക്ക് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പലരെയും മനസ്സിലാവും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ, നിങ്ങളൊരു ലീഡർ പൊസിഷനിലാണ്. ചുറ്റുമുള്ള ആളുകളുടെ ഉള്ളിലുള്ള കഴിവിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മറിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി ഞാനാണ് ബോസ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ എനർജി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോകുന്ന എന്തെങ്കിലും സാഹചര്യത്തെ വളരെ പോസിറ്റീവായിട്ട് പിടിച്ച് നിർത്താനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു
എനർജിയാണ്. അപ്പോൾ അതായത് നിങ്ങൾ വളരെയധികം പോസിറ്റീവാണ്, ഇമ്പൾസീവായിട്ട് തീരുമാനങ്ങൾ എടുക്കില്ല. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിന്നിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കഴിവ് വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിനാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും വളരെയധികം ഉപയോഗം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പലരും നിങ്ങളുടെ ഈ കഴിവിൽ വളരെയധികം എന്താ പറയുക, അത്ഭുതത്തോടെ നിങ്ങളെ നോക്കി കാണുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് ഏക്കോൺസ് എനർജിയാണ്. ഈ ഒരു മങ്കി സ്പിരിറ്റിൽ നിന്ന്, അതായത് നിങ്ങൾ വളരെയധികം ബാലിഷമായിട്ട് ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവും, മറ്റുള്ളവരുടെ അടുത്ത് ഒച്ചെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തീരെ ക്ഷമയില്ലാത്ത വ്യക്തിയായിരിക്കും, മെച്ചൂരിറ്റി ഇല്ല. ഇതൊക്കെ കേട്ടിട്ടുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു മാറ്റമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് ഏക്കോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും എക്സൽ ചെയ്യാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അവരിൽ ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ എല്ലാത്തിലും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അമിതമായിട്ട് വർക്ക് ലോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയല്ല, ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിയോടുകൂടി ചെയ്യാം. പുതിയ പ്രോജക്ട്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ പുതിയ പ്രോജക്ട്സ് വരുമ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഇത് കൊണ്ടിട്ട് എല്ലാം കൂടി ഏറ്റെടുത്ത് തലയിൽ വെക്കുന്ന ഒരു രീതിയല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതുകൊണ്ട് തൽക്കാലം പലതും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുക, ഒന്നെങ്കിൽ പുതിയ ആളുകളെ വയ്ക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി പോസ്റ്റ്പോൺ ആയിട്ട് പഴയ വർക്ക് ഇന്ന സമയത്ത് തീരും, അതിനുശേഷം പുതിയതിലേക്ക് പോകുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് പലരെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതായത് ഒരു അംബീഷ്യസ് ആണ്, പക്ഷെ ഓവർ അംബീഷ്യസ് അല്ല. എല്ലാത്തിൽ നിന്നും ചാടി പോകുന്നില്ല, ഒരിടത്ത് തന്നെ നിന്നിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 8 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. വളരെ ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള എന്താ പറയുക, മൗസ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പല വികാരങ്ങളും പുറത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പലരും നിങ്ങളുടെ കാണാത്ത ഭാവങ്ങളൊക്കെ കാണുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ പല ആളുകളെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു കാര്യം പറയാം, നിങ്ങളെ ട്രാപ്പിലാക്കാൻ ചില ആളുകൾ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു മുന്നേറ്റം സഹിക്കാത്ത ചില ആളുകൾ, ജലസി ഫീൽ ചെയ്യുന്ന ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം നിങ്ങളുടെ മുമ്പിൽ എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അസൂയയോ അല്ലെങ്കിൽ നിങ്ങൾ വളരുന്നതിൽ പല രീതിയിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഉള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിച്ചു നിങ്ങളെ തളർത്താൻ നോക്കുകയോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചിലപ്പോൾ ഒന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളിലേക്ക് പ്രഷർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങളെല്ലാം നെഗറ്റിവിറ്റീസും റിലീസ് ചെയ്യാണ്, പ്രഷർ റിലീസ് ചെയ്യാണ്. നിങ്ങൾ സെൽഫ് കെയർ എടുക്കുന്നുണ്ട്. സ്വന്തം ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് സ്വന്തം ശരീരത്തിന്റെയും മനസ്സിനെയും ഉണർവ് നൽകുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്. പവർലെസ്നെസ് ഒന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു ചില ആളുകളാണ് നിങ്ങളുടെ ഈ ഒരു മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കമ്പനിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു കമ്പനി നിങ്ങൾ നടത്തുന്നതിന്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ കമ്പനി നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചുറ്റും താമസിക്കുന്നവർക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈന്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തത് പൂട്ടിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ സ്ഥലം വിറ്റുപോകുന്ന വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ സ്ഥലം വിറ്റുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് സ്ഥലമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളെ ട്രാപ്പിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നിങ്ങളോടുള്ള ചില ആളുകളുടെ ചിന്താഗതിയാണ്. ആ സിറ്റുവേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ ഉണ്ട്.
പക്ഷേ ഇവിടെ നിങ്ങളുടെ പോസിറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി ഒന്ന്, നിങ്ങളുടെ എനർജിയിൽ ശനിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ആണ്. ശനിയുടെ എനർജി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ ന്യായം എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട്, മെച്ചുറായിട്ട്, പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ശനിയെ സംബന്ധിച്ച്, സാറ്റേൺ എനർജിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻ, ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് ടാസ്ക് ചെയ്യാം. ഇതൊക്കെ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സാറ്റേൺ എനർജി, സാറ്റേൺ വിൽ ബി വെരി ഹാപ്പി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതുകൂടാതെ ജസ്റ്റിസ് ആണ് സാറ്റേൺ. എപ്പോഴും തുലാസാണ്. അതായത് രണ്ടും കറക്റ്റ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളത്. ആ ഒരു എനർജിയിൽ നോക്കുമ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൊണ്ട് തന്നെ ശനിയുടേതായിട്ടുള്ള നല്ല എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സാറ്റേൺ എനർജി സ്ട്രോങ് ആയിട്ടിരിക്കുക. സാറ്റർഡേ ഫാസ്റ്റിംഗ് ചെയ്യാം. ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും സാറ്റർഡേ ഫാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശനി ഭഗവാനെ പ്രത്യേകം ആരാധിക്കുക, ശനിയാഴ്ച വ്രതമെടുക്കാം, ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. പ്രത്യേകിച്ച് ഹനുമാന് ശനി ബാധിക്കില്ല ഒരിക്കലും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്താൻ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താവുന്നതാണ്. ആ ഒരു കാര്യം കൂടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ കർമ്മയാണ്. ഇപ്പൊ കർമ്മ എന്ന ഒരാളുടെ പറയുമ്പോൾ പല കർമ്മങ്ങളുണ്ട്. നമ്മളായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ എന്ന് നമ്മൾ പറയും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികരായിട്ട് ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പൂർവികരായിട്ട് ചെയ്തിട്ടുള്ളത് അത് ആ ഒരു കർമ്മ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു തിൻ ലൈനാണ്. നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളത് പലപ്പോഴും നമ്മളിലേക്കുണ്ട്. പല ആളുകളെ സംബന്ധിച്ച് അവർ പല കാര്യങ്ങൾ ചെയ്താലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആ കർമ്മയുടേതായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ല. അവരുടെ പാരമ്പര്യമായിട്ട് ആൻസിസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള കർമ്മം അവർ അനുഭവിക്കുന്നു. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന അനിവാര്യതയുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. അതിന് പിന്നെ അതോടൊപ്പം തന്നെ ആൻസിസ്റ്റേഴ്സിന്റെ എനർജി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്ത് കാര്യത്തിനും ആ പിതൃക്കള് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വഴികാട്ടിയായിട്ട് പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് മുമ്പിൽ വന്നേക്കാം. അപ്പോൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത് ചെയ്യാം. പിതൃദേവോ ഭവ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അതേപോലെ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റിസ് എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു ലെസൺസ് ആണ്. നമ്മൾ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പാഠങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സെൽഫ് അവയർനെസ് ആണ് ഇവിടെ ഈ ഒരു ക്രോ അല്ലെങ്കിൽ കാക്കയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചിട്ടും കാര്യങ്ങളെക്കുറിച്ചിട്ടും മനസ്സിലാക്കുക, ബാലൻസ്, മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ ശനിയുടേതായിട്ടുള്ള അനുഗ്രഹവും ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹവും ഉണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഇതും വിസ്ഡം എനർജിയാണ്. നമ്മളുടേതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെയാണ്, നമ്മളായിട്ട് ഓരോന്ന് ചെയ്ത് നേടിയതാണെന്നുള്ള ചിന്തയും വരാം. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ വഴി, പിതൃക്കൾ വഴി കിട്ടിയ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന, അതിന് അർഹതപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നത്, അത് അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അക്നോളജ് ചെയ്യുക. എല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ പിതൃക്കളെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. അത് ഏത് മതത്തിലാണെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ട് മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ സ്പിരിച്വൽ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. റീകണക്ട് വിത്ത് യുവർ ആൻസിസ്റ്റേഴ്സ്. അതേപോലെ അവര് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പോസിറ്റീവ് എനർജീസ് ആണ്.
തീരുമാനങ്ങൾ, വളരെ പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നു. യാത്ര സൂചിപ്പിക്കുന്നുണ്ട്, വിദേശ വാസയോഗമുണ്ട്, വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവുക, അവിടത്തേക്ക് ചേക്കേറി പാർക്കുന്ന സാഹചര്യവും മുന്നോട്ടേക്ക് വരുന്ന തീരുമാനങ്ങളിൽ പെട്ടതാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ 7 ഓഫ് ഷെൽസ് എനർജിയാണ്. തീർച്ചയായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അവസരങ്ങളുടെ ഒരു അവസരമല്ല, ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒത്തിരി അവസരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം തന്നെ അതൊരു കൺഫ്യൂഷൻ കൂടിയാണ്. നമുക്ക് ഒരു അവസരവും ഇല്ലാതിരിക്കുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ വലിയ ചിന്തയൊന്നും വേണ്ട, നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നു, അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്നു. മറിച്ച് നമുക്ക് ഒത്തിരി അവസരങ്ങൾ വരുമ്പോൾ ഏതാണ് ബെറ്റർ, ഏതാണ് നല്ലത് എന്നുള്ളത് ചിന്തിക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകാനും ശ്രമിക്കുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ കുറച്ച് ആലോചനയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആങ്സൈറ്റി വരും, വെറി വരും, ഏതാണ് നല്ലത്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ഫീലിംഗ് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒത്തിരി ചോയ്സസ് ഉണ്ടാകുമ്പോൾ വരുന്ന സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ മനസ്സിൽ ധ്യാനിക്കുക, അവർ നിങ്ങൾക്ക് വഴികാട്ടുന്നതായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.